ഇന്നലെ ബിഗ് ബോസ് എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ രേണുസുധിയുടെ കാണിച്ചുകൊണ്ടാണ്. രേണുസുധി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇളയമോൻ ഋതപ്പനെയും മൂത്തമോനായിട്ടുള്ള കിച്ചുവിനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് തുടക്കം തന്നെ അതായിരുന്നു. അതിനുശേഷം അനീഷും അതുപോലെ തന്നെ രേണുസുധിയും തമ്മിൽ ഒരു അടിയായിരുന്നു. അനീഷ് വന്നിട്ട് നീ കണ്ണടച്ച് ഉറങ്ങുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് രേണുവിനെ ചൊറിയാൻ വന്നിട്ടുണ്ടായിരുന്നു. രേണു തിരിച്ച് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിനെതിരെ. പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ ഒന്ന് രണ്ട് വേർഡ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നീ കണ്ണടയ്ക്കുന്ന ഞാൻ കണ്ടു, നീ കണ്ണടയ്ക്കുന്ന ഞാൻ കണ്ടു, ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ രേണുസുധി ഭയങ്കരമായിട്ട് ഓടി നടന്ന് ദേഷ്യപ്പെടുമായിരുന്നു. അതായിരുന്നു ആദ്യത്തെ തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്ന അടി. ഇന്നലെ ഫുള്ള് കുറേ അധികം അടി നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് അവിടെ ഫസ്റ്റ് നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നെവിൻ ഉണ്ടെങ്കിൽ RJ ബിൻസി എടുത്ത് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു. ഇത് കേട്ടതും അനുമോളും അതുപോലെ തന്നെ RJ ബിൻസി അവിടുന്ന് ഷോക്കാവുന്നു. ഷോക്കായതിന് ശേഷം എന്താണ് നീ പറയുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെ ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷം മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ പണിപ്പുര ടാസ്ക് ആയിരുന്നു. അക്ബർ പോയി വീട്ടിലേക്കുള്ള വല്ല സാധനമൊക്കെ എടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് ബിഗ് ബോസ് പറഞ്ഞ അരിയും സാധനങ്ങളൊന്നുമില്ല, തനിക്ക് എന്താണോ വേണ്ടത് അത് മാത്രം പോയി ഇത്രയും 20 സെക്കൻഡിനുള്ളിൽ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500 പോയിൻറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്ബർ അകത്ത് കയറി വേണ്ട സാധനങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു 600 പോയിൻറ്റിന് അടുപ്പിച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. എടുത്ത് വെളിയിൽ വന്നതിന് ശേഷം അനീഷ് ഇത് കേട്ടതും അനീഷ് പറയുകയാണ്, ഇത് ശരിയാവത്തില്ല, ബിഗ് ബോസ് $500 തന്നത്, അക്ബർ $600 ആയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് ബിഗ് ബോസ് തിരിച്ചു വാങ്ങണമെന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുന്നു. ഇത് കേട്ടതും അവിടെ നിന്ന് എല്ലാവരും ദേഷ്യപ്പെടുന്നു. കാരണം അവർ 2-3 ദിവസമായിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിലൊന്നും കഴിക്കുന്നില്ല, വളരെ കുറച്ചാണ് കഴിക്കുന്നത്. ഇത് കേട്ടത് അനീഷിൻ്റെ അടുത്ത് എല്ലാവരും കൂടെ ദേഷ്യപ്പെടാൻ തുടങ്ങി. പക്ഷേ ബിഗ് ബോസ് ഫുഡ് കൊടുത്ത സമയത്ത് തന്നെ ആദ്യമേ ഓടി വന്ന് കഴിച്ചത് അനീഷാണ്. അതിനുശേഷം അനുമോളുടെ കരച്ചിലാണ്. അനുമോളും ആര്യനും തമ്മിലുള്ള അടിയായിരുന്നു. അനുമോൾ പറയുന്ന ആര്യനുണ്ടെങ്കിൽ കൈ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിച്ചു, അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആര്യന് നേരെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ചാടിക്കേറിയും ആര്യനുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. അതിനെ അക്ബർ വന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ല, നിങ്ങൾ ചെയ്ത തെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരച്ചിലൊക്കെ ആയിരുന്നു. തലേ ദിവസം അക്ബറിനെതിരെ ഇത് കണക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അക്ബർ എന്നെ നോക്കുന്ന അത്ര ശരിയല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അനുമോൾ അവിടെ കളിക്കുന്ന ഗെയിം അത്ര നല്ലൊരു ഗെയിമായിട്ട് തോന്നുന്നില്ല. പുള്ളിക്കാരി എന്തോ വുമൺ കാർഡൊക്കെ ഇറക്കാനുള്ള പ്ലാനാണോ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരിയുടെ കഴിഞ്ഞ ദിവസത്തെ അക്ബറിന് എതിരെയുള്ള ഒരു വിമർശനമൊക്കെ അങ്ങനെയാണ്. എന്തായാലും അവർ കളിക്കുന്ന രീതി അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. എന്തായാലും അനുമോട് ഭയങ്കരമായിട്ട് കഴിഞ്ഞ് മെഴുകി പോകുന്നുണ്ടായിരുന്നു. അതിനുശേഷം മെയിനായിട്ട് നടന്ന ഒരു അടി എന്ന് പറഞ്ഞാൽ ഒനിയൽ സാബും അതുപോലെ തന്നെ റെന ഫാത്തിമയും തമ്മിലാണ്. റെനയുണ്ടെങ്കിൽ ചൊറിയാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒനിയലും റെനയും തമ്മിൽ പൊരിഞ്ഞ അടി നടന്നിട്ടുണ്ടായിരുന്നു. റെന അവസാനം കരയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റെന പിന്നെ ആ ഒരു കരച്ചിൻ്റെ ഇടയിലൊക്കെ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഫുഡ് പോലും എനിക്ക് തരുന്നില്ല, എന്താണ് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് അവിടുന്ന് കരയുന്നുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്നിട്ട് സമാധാനിപ്പിക്കുന്നു, അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞ് റെന അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒരു കരച്ചിലായിരുന്നു. അത് ഇന്നലത്തെ വലിയൊരു അടിയായിരുന്നു. അതിനുശേഷം മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് മെയിനായിട്ട് എല്ലാവരും തിരഞ്ഞെടുത്ത 3 പേരെന്ന് പറയുന്നത്, ഒന്ന് ഷാനവാസ്, പിന്നെ ബിന്നി ഉണ്ടായിരുന്നു, മൂന്നാമത് കളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷ് ഉണ്ടായിരുന്നു. ഇവർ ഒരു പാവ അടിക്കണമായിരുന്നു. അതിനകത്ത് അവസാനം ഷാനവാസാണ് ജയിച്ചത്. അടുത്ത ആഴ്ചത്തേനുള്ള ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അനീഷും അതുപോലെ തന്നെ അപ്പാനിയും തമ്മിലൊരു ചെറിയൊരു ഉടക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പാനി ശരത്ത് പറയുന്നുണ്ടായിരുന്നു, നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കൂ എന്നൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ജയിൽ നോമിനേഷൻ വരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നോമിനേഷനൊക്കെ ഏകദേശം ആയ സമയത്ത് അനുമോളെ തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം മെയിനായിട്ട് ബിഗ് ബോസ് ക്യാപ്റ്റനായിട്ടുള്ള അനീഷിൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങൾക്കൊരു പവറുണ്ട്, ആരെ വേണമെങ്കിലും ഡയറക്റ്റായിട്ട് നേരെ ജയിലിലേക്ക് അയക്കാം എന്നുള്ളൊരു കാര്യം. ഫസ്റ്റ് തന്നെ അനീഷ് തിരഞ്ഞെടുത്തത് അപ്പാനി ശരത്തിനാണ്. കാരണം നേരത്തെ ഒരു അടി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് നേരെ പുള്ളിക്കാരനെ തന്നെ തിരഞ്ഞെടുത്ത് പുള്ളിക്കാരനെ ജയിലിലോട്ട് ആക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് ബോസിന് അറിയാം, അതുകൊണ്ടാണ് ഒരു പവർ അങ്ങനെ കൊടുത്തത്, ഈ ഒരു അടി പൊട്ടു എന്നുള്ളൊരു കാര്യം. അങ്ങനെ അവരെ ജയിലിലേക്ക് അയക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പാനി ശരത്തും അനുമോളും കൂടെ ആയിരുന്നു ജയിലിലോട്ട് പോകുന്നത്. ഭയങ്കര ഒരുമിച്ച് സന്തോഷത്തോടെയൊക്കെയാണ് പോകുന്നത്. 2 ദിവസം മുമ്പ് ഈ ഒരു അനുമോളെ പറ്റി ഭയങ്കര കുറ്റം പറഞ്ഞ ഈ ഒരു അപ്പാനി ശരത്ത് തന്നെ
അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ടോപ്പ് 5 കാണുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ജയിലിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം രാത്രിയൊക്കെ ആയപ്പോൾ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി ചുട്ടു കൊടുക്കണം, അത് ഓരോ സൈസിന് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് 3 സൈസിന് ചുട്ടു കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ ചുട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അകത്ത് ബാത്റൂമൊന്നുമില്ല, എപ്പോഴെങ്കിലും ബാത്റൂം പോകണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ഒരു ചപ്പാത്തി മൊത്തം റെഡിയാക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ നേരത്താണ് ബിഗ് ബോസ് പിന്നെയും മാവ് കൊടുക്കുന്നത്. ഇനിയും ഇതേ കണക്ക് ചെയ്തു കൊടുക്കണം, പരത്തി കൊടുക്കണമെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അത് അവർക്ക് ദേഷ്യം വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എന്തായാലും മനഃപൂർവ്വം ടാസ്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വേറൊരു അടി നടന്നതാണെന്ന് പറഞ്ഞാൽ നെവിനും അതുപോലെ തന്നെ RJ ബിൻസിയും തമ്മിലാണ്. നെവിൻ ഉണ്ടെങ്കിൽ RJ ബിൻസിയെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ജയിൽ ടാസ്കിലേക്ക്. പുള്ളിക്കാരി കിടന്ന് ഉറക്കമായിരുന്നു, ടാസ്ക് ഒന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഡീഡാന്നൊക്കെ വിളിച്ചിട്ട് ആ ഒരു അടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ രാവിലെ ഇഷ്ടം എന്ന് പറഞ്ഞ വ്യക്തി തന്നെ ഇപ്പം ബിൻസിയായിട്ട് അടി ഉണ്ടാക്കി. അത് വേറെ കാര്യം, രാവിലത്തെ ഗെയിമിംഗ് ആണെന്ന് തോന്നുന്നു. എന്തായാലും അവർ തമ്മിൽ അതൊരു പൊരിഞ്ഞ വലിയൊരു അടിയാണ് അതിനകത്ത് നടന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇതൊക്കെയാണ് ഇന്നലത്തെ കുറേയധികം അടിയൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നലെ തുരുതുര അടിയൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഞാൻ എല്ലാം കവർ ചെയ്ത് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഞാൻ ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയാവുന്നതാണ്. സോ ഇന്നലെ ഇതാണ് മൊത്തത്തിൽ നടന്നിട്ടുണ്ടായിരുന്നത്.